ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹി കൂടിയാണ് ഈ അദിൽ നാസർ. നിയമ വിദ്യാർത്ഥിയാണ്. SFIയുടെ സംഘടനാ ചുമതലകളുണ്ട്. അയാൾ നമ്മൾ അറിഞ്ഞിടത്തോളം ആലുവ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്. യൂണിയൻ ഭാരവാഹിയാണ്. ഈ കഴിഞ്ഞ ദിവസം കോളേജിൽ നടന്ന ഏതോ ഒരു പരിപാടിക്കിടെയാണ് രാഷ്ട്രപിതാവിന് കൂളിംഗ് ഗ്ലാസ്, രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയിൽ, മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ എടുക്കുകയും അതിപ്പോൾ പുറത്തു വരികയും ചെയ്തത്. യെസ്, ഇപ്പോൾ അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അലോഷ്യസ് സേവ്യർ, ഈ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിരുന്നോ? നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഈ നിലയിലുള്ള ഒരു SFI നേതാവിൻ്റെ, ഒരു പ്രവർത്തകനല്ല, പ്രാദേശിക നേതാവാണ്, സംഘടനാ ചുമതലയുള്ള ഒരാളാണ്. ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിലാണ് ഈ സംഭവം. ഈ ദൃശ്യങ്ങൾ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞങ്ങൾ ഇതിൽ പരാതി ഉൾപ്പെടെ നമ്മൾ എടത്തല സ്റ്റേഷനിൽ നമ്മൾ പരാതി നൽകിയിരുന്നു. പക്ഷെ പരാതി പോലും എടുക്കാത്ത തരത്തിലാണ് അവിടുത്തെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു സമീപനം. എന്താ പോലീസിന്റെ നിലപാട്? എന്താ പരാതി കൊടുക്കാൻ എത്തിയപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? പരാതി എടുക്കാൻ സാധിക്കില്ല, നിങ്ങൾ കോടതി മുഖാന്തരം നിങ്ങൾ ഇതിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ എന്നുള്ള ഒരു തരത്തിലാണ് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നിയമപരമായ പോരാട്ടത്തിലേക്ക് ഒരുങ്ങുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രപിതാവിനെ അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന SFIയുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ 1-2 വർഷത്തിനകം തന്നെ എറണാകുളം നിർമ്മല കോളേജിൽ സമാനമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ സംഘടന SFI നിലപാട് പറയണമെന്നൊരു ആവശ്യം KSU ഈ സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒപ്പം ശക്തമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല, ഇപ്പോൾ ഇത് ഇടത്തല പോലീസിൽ പരാതി സ്വീകരിച്ചില്ല, അപ്പോൾ കോടതിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെയൊക്കെ നടന്നതുപോലെ ഇത്തരം സംഭവങ്ങളിൽ നേരത്തെ എന്താണ് ഈ ഭരണഘടനയെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു കേസ് ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴും കോടതി വഴിയാണ് അതിൽ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായതല്ലേ? അപ്പോൾ അതിന് സമാനമായ നീക്കം നടത്തേണ്ടി വരുമെന്ന് തോന്നുന്നു ഈ വിഷയത്തിലും. പോലീസ് എന്തായാലും കേസ് എടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ. കാരണം പ്രാദേശിക സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പരാതി അവർ സ്വീകരിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ FIR ഇട്ടില്ല, FIR ഇട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങൾ കോടതി മുഖാന്തരം എന്തെങ്കിലും ഇടപെടലുകൾ നടത്തണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ എത്തരത്തിലാണ് അവിടെ പ്രാദേശികമായിട്ടുള്ള SFI നേതാവിന് വേണ്ടി അവിടുത്തെ പാർട്ടി സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ അതിൽ ഇടപെടുന്നത് എന്നതിൽ വ്യക്തമാണ്. ഇത്തരത്തിൽ രാഷ്ട്രപിതാവിനെ അപമാനിക്കുക, ദേശീയ ഗാനത്തെ അപമാനിക്കുക, ഇതെല്ലാം ഒരു സ്ഥിരം തൊഴിലായി SFI മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രൂപപ്പെടേണ്ടതുണ്ട്. ഇത് RSS ചെയ്യുന്ന അല്ലെങ്കിൽ ABVP ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്തേക്ക് വെടിയുതിർക്കുക, അത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ഒരു അധിക്ഷേപമായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയാണ്. യെസ്, അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷനാണ് പ്രതികരിച്ചത്. ഇടത്തല പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതി പോലീസ് സ്വീകരിച്ചില്ല. കോടതിയിൽ പോകൂ എന്നാണ് അത്രയും പരാതി നൽകാനെത്തിയ KSU പ്രവർത്തകരോട് എറണാകുളത്ത് ഇടത്തല പോലീസ് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് പോകാനാണ് KSU തീരുമാനിച്ചിരിക്കുന്നത്.